കോട്ടയം വൈക്കത്ത് കർഷകൻ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചു. തലയാഴത്താണ് സംഭവം. ചെല്ലപ്പൻ പുള്ളിക്കേരി എന്ന കർഷകനാണ് ജീവനൊടുക്കിയത്. ചെല്ലപ്പൻ CPI നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് ആത്മഹത്യ. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. RDOക്കെതിരെ മൃതദേഹം മാറ്റില്ലെന്നാണ് പ്രതിഷേധക്കാർ. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, കോട്ടയത്ത് വൈക്കത്ത് കർഷകൻ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. തലയാഴത്താണ് സംഭവം. ചെല്ലപ്പൻ CPIക്കെതിരെ വീഡിയോകൾ പ്രചരിപ്പിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സ്ഥലത്ത് പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. മൃതദേഹം മാറ്റില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? മിഥുൻ, കേൾക്കാമെങ്കിൽ. മിഥുൻ, കേൾക്കാമെങ്കിൽ. CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പുതുശ്ശേരി എന്ന കർഷകനാണ് വൈക്കം തലയാഴത്തുള്ള CPIയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിലാണ് ഈ കൃത്യം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പോലീസ് അടക്കം അവിടെയുണ്ട്. സംഘർഷ സാധ്യത രാവിലെ അവിടെ നിലനിന്നിരുന്നു. BJP കോൺഗ്രസ് പ്രവർത്തകർ CPI നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. സംഭവത്തെ കുറിച്ച് നിലവിൽ ലഭിക്കുന്ന വിവരം, ഈ ചെല്ലപ്പനും CPI നേതൃത്വവും തമ്മിൽ കാലങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. തന്റെ കൃഷി നശിപ്പിക്കുന്ന രീതിയിൽ, ഉപജീവനമാർഗം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ CPI നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തനിക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഉപജീവന മാർഗം നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ CPI നേതാക്കൾ ഇടപെടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കാലങ്ങളായി ഈ ചെല്ലപ്പനും CPI നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞയിടയ്ക്ക് CPIയിൽ നിന്ന് നിരവധി ആളുകൾ പാർട്ടി നേതൃത്വത്തിനെതിരെ വാക്കുതർക്കമുണ്ടായി. പാർട്ടി വിട്ട് BJPയിലേക്കും മറ്റും പോകുന്ന സാഹചര്യവും വൈക്കത്ത് നിലനിന്നിരുന്നു. ഇങ്ങനെ CPI നേതൃത്വത്തോട് കലഹിച്ച് നിന്നിരുന്ന ഈ ചെല്ലപ്പൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം നേതൃത്വത്തിനെതിരെ ഇട്ടിരുന്നു. അതായത് ഈ തനിക്ക് ഉപജീവന മാർഗവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, തന്റെ കൃഷി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കഴിഞ്ഞ നാളിൽ ഇദ്ദേഹത്തിന്റെ കൃഷി വ്യാപകമായി ചില നേതാക്കൾ ഇടപെട്ട് നശിപ്പിക്കുകയും പിന്നീട് അത് ഈ പണം തനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി, ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി താൻ തന്നെയാണ് ഈ കൃഷി നശിപ്പിച്ചത് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ CPI നേതാക്കൾ നടത്തുകയും ഒക്കെ ചെയ്തു. അത് വലിയ രീതിയിൽ തനിക്ക് മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തർക്കങ്ങളും പരാതികളും ഒക്കെയാണ് CPI നേതൃത്വത്തിനെതിരെ ചെല്ലപ്പൻ നേരത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഈ രീതിയിൽ CPI നേതൃത്വവുമായി കാലങ്ങളായി നിന്നിരുന്ന ഒരു കലഹം നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിന്റെ ഉത്തരവാദിത്തം CPI നേതൃത്വം പറയണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തിയത്. BJPയുടെ വൈക്കം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി K അജിത്ത് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ഈ CPIയുടെ ഓഫീസിൽ എത്തി അവിടെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ CPIയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഒപ്പം CPIയുടെ ഓഫീസും ഈ തലയാഴത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഈ ചെല്ലപ്പൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. എന്തായാലും അവിടുന്ന് മൃതദേഹം മാറ്റണമെങ്കിൽ RDO അടക്കം എത്തി സമഗ്രമായ അന്വേഷണം ഉറപ്പുവരുത്തിയാൽ മാത്രമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും CPI കാലങ്ങളായി വൈക്കത്ത് നിൽക്കുന്ന നേതൃത്വത്തിനെതിരെ കലഹിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നുള്ള കാര്യവും വിലയിരുത്തുന്നു. നാളുകളായി നിരവധി ആളുകൾ CPI നേതൃത്വത്തിനെതിരെ പരാതിപ്പെട്ടുകൊണ്ട് കലഹിച്ചുകൊണ്ട് പാർട്ടി വിടുന്ന സാഹചര്യവും വൈക്കത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കർഷകൻ തനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, CPI നേതൃത്വം ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നു, കൃഷിയടക്കം നശിപ്പിക്കുന്ന സാഹചര്യം CPI നേതൃത്വത്തിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവെച്ചുകൊണ്ട് ജീവനൊടുക്കിയിരിക്കുന്നത്. ഇന്നലെ ചെല്ലപ്പൻ ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, ഉപജീവന മാർഗമടക്കം നശിപ്പിക്കുന്ന സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഒരു വീഡിയോയാണ് ചെല്ലപ്പൻ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതിനുശേഷം രാത്രിയിലാണ് ഇത്തരത്തിൽ CPIയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ
അതിരാത്രിയോട് അടുത്ത സമയത്തായിരിക്കണം ചെല്ലപ്പൻ ഇങ്ങനെ ജീവനൊടുക്കിയ സംഭവം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായത് എന്നാണ് വിലയിരുത്തുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആളുകൾ എത്തിയപ്പോൾ ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിലുള്ള ചെല്ലപ്പന്റെ മൃതദേഹം കണ്ടത്. ഇനി RDO അടക്കം എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഇവിടെ നിന്നും മൃതദേഹം മാറ്റുകയുള്ളൂ. നിലവിൽ ശരി മുബിൻ, കോട്ടയം വൈക്കത്താണ് CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.